Hi friends, it's me Sanuf. Line of actual control latest updates പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്ഡേറ്റ്സിനെ കൂടാതെ ചൈനയുടെ ഒരു പവർഫുൾ ആയിട്ടുള്ള രൂപമാറ്റത്തെ പറ്റിയിട്ടും ഇന്ത്യക്കെതിരെ ശക്തമായിട്ട് ചൈന നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കുറച്ച് പദ്ധതികളെ പറ്റിയിട്ടും വിശദമായി സംസാരിക്കുന്നുണ്ട്. ചൈനയുടെ ട്രൂപ്സിനോട് യുദ്ധത്തിന് തയ്യാറാകാനായിട്ട് പോലും സി ജിൻപിങ് പറഞ്ഞിട്ടുണ്ട്. ഇതേ സമയത്ത് ഇന്ത്യയുടെ ഭാഗത്തും കുറച്ച് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. ചൈന അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്സ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് ശക്തമായിട്ട് മുന്നേറുകയാണ്. ഇവിടെ ഇന്ത്യയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന മിസ്റ്റേക്സ് എന്താണെന്നും വിശദമായി സംസാരിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾ മുഴുവനായി കാണുക. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ചൈനയുടെ പീപ്പിൾ ലിബറേഷൻ ആർമിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരുടെ പ്രസിഡന്റ് സി ജിൻപിങ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചിരുന്നു. ഈ ഒരു സംസാരത്തിനിടയിലായിരുന്നു യുദ്ധത്തിന് സമാനമായ രീതിയിൽ തയ്യാറാകാനായിട്ടും ഏത് സമയത്തും ഏതൊരു സിറ്റുവേഷനെയും നേരിടാനായിട്ട് നിങ്ങളെല്ലാവരും ഉറച്ച മനസ്സോടെ നിലകൊള്ളുന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം ഈ ഒരു കാര്യം പറഞ്ഞതിന് തൊട്ടു മുമ്പ് വേറൊരു വാർത്ത വന്നിരുന്നു. അതായത് ഡിസംബർ മാസത്ത് ചൈനയുടെ നാഷണൽ ഡിഫൻസ് പോളിസിയെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അമെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് കൂടുതൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇതിനെ നാഷണൽ ഡിഫൻസ് ആക്ട് 2020 എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ഡിഫൻസ് പോളിസി എന്താണെന്ന് നമ്മൾ കുറച്ചും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു ഡിഫൻസ് പോളിസി വഴി ലോകത്തെ പല രാജ്യങ്ങൾക്കും ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങൾക്ക് ഭീഷണിയാകുന്ന രീതിയിൽ ചൈന ഒരു നീക്കം നടപ്പാക്കിയിട്ടുണ്ട്. അതായത് ചൈനയുടെ ഈ ഒരു മിലിറ്ററി ആക്ഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, അതിപ്പോ ഈ ഒരു നീക്കം നടക്കുക അല്ലെങ്കിൽ ഈ ഒരു അടുത്ത നീക്കം ഇതായിട്ട് നടപ്പാക്കുക, ഇതിനൊക്കെ പറയുന്നത് അവരുടെ തലവനായിട്ടുള്ള സി ജിൻപിങ് ആണ്. സി ജിൻപിങ്ങിന് PLAയുടെ മുഴുവൻ കൺട്രോൾ ഉണ്ടെങ്കിലും ചില അടിയന്തരമായിട്ടുള്ള സമയത്ത് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അദ്ദേഹത്തിന് തനിച്ച് സാധിക്കില്ല. ഇതിനായിട്ട് സ്റ്റേറ്റ് കൗൺസിൽ എന്നറിയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു സ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ക്യാബിനറ്റ് മിനിസ്റ്ററി പോലെയാണ്. ഈ ഒരു സ്റ്റേറ്റ് കൗൺസിലിനെ കംപ്ലീറ്റ് ആയിട്ടും മിലിറ്ററിയെ ഭരിക്കാനുള്ള ആ ഒരു കൺട്രോളിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് കൗൺസിലിന്റെ ഹെഡായിട്ട് വരുന്നത് ചൈനയുടെ പ്രീമിയർ എന്ന് വിശേഷിപ്പിക്കുന്ന ലീ കിക്വാങ് ആണ്. അതായത് ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്ററുടെ ആ ഒരു റോൾ എന്ന് വിശേഷിപ്പിക്കാം. ഈ ഒരു ലീ കിക്വാങ്ങിന് ഈ ഒരു മിലിറ്ററിയുടെ കൺട്രോള് നൽകിയിരുന്നത് മാറ്റിയിട്ട് ചൈനയുടെ സെൻട്രൽ മിലിറ്ററി കമ്മീഷനാണ് മുഴുവൻ ചുമതലയും നൽകാൻ പോകുന്നത്. അതായത് ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിലും അല്ലെങ്കിൽ ശത്രു രാജ്യത്തിനെതിരെ ഒരു നീക്കം നടപ്പാക്കാനാണെങ്കിലും ചൈനയുടെ ഈ ഒരു CMC എന്ന് പറയുന്ന മിലിറ്ററി കമ്മീഷൻ ആയിരിക്കും ഇനി തീരുമാനമെടുക്കുക. ഈ ഒരു മിലിറ്ററി കമ്മീഷന്റെ തലവനായിട്ടുള്ളത് സി ജിൻപിങ് ആണ്. ചൈനീസ് ആർമിയുടെ എല്ലാ മുഴുവൻ കൺട്രോളും സി ജിൻപിങ്ങിനാണ് ഇനി വരാൻ പോകുന്നത്. ഇത് ആർമിയുടെയും എയർഫോഴ്സിന്റെയും അവരുടെ നേവിയുടെയും എല്ലാ കൺട്രോളും, ഇത് കൂടാതെ റോക്കറ്റ് ഫോഴ്സ് ഉണ്ട്, അതിന്റെ എല്ലാത്തിന്റെയും കൺട്രോള് സി ജിൻപിങ്ങിനാണ് ഇനി വരാൻ പോകുന്നത്. ഇൻ കേസ് ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ, തായ്വാനുമായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടോ ചൈന യുദ്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും സി ജിൻപിങ്ങിനായിരിക്കും പോവുക. കാരണം സി ജിൻപിങ്ങിന്റെ നിർദ്ദേശം പ്രകാരം മാത്രമായിരിക്കും ഒരു യുദ്ധം തുടങ്ങാൻ പോകുന്നത്. ഇതിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറുന്നത് ഇത്രയും കാലം ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഒരു കമ്മിറ്റിയെങ്കിലും ഉണ്ടാവും. ഇനി ഒരു കമ്മിറ്റി ഇല്ല. അതായത് സ്വേച്ഛാധിപതി എന്ന രീതിയിലാണ് സി ജിൻപിങ് മാറാൻ പോകുന്നത്. സി ജിൻപിങ് എന്ത് തീരുമാനം എടുക്കുന്നുവോ അല്ലെങ്കിൽ സി ജിൻപിങ്ങിന്റെ ഐഡിയോളജി പ്രകാരം അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്ന കാര്യം എന്താണോ ഇതായിരിക്കും ഇനി നടപ്പാക്കാൻ പോവുക. ഇത് യൂസ് ചെയ്തിട്ട് ഇന്ത്യക്കെതിരെയും ഇനിയുള്ള ദിവസങ്ങളിൽ പ്രശ്നം സൃഷ്ടിക്കപ്പെട്ടേക്കാമെന്നാണ് വിദഗ്ധര് അഭിപ്രായം പറഞ്ഞത്. ഇത് കൂടാതെ ചൈനീസ് പ്രസിഡന്റ് ഇങ്ങനെ ഒരു ഡിഫൻസ് പോളിസി കൊണ്ടുവന്നതിന് പിന്നിൽ വേറൊരു കാര്യം കൂടെയുണ്ട്. അതായത് ചൈനീസ് പ്രസിഡന്റും ലീ കിക്വാങ്ങും തമ്മിൽ ഒരു പ്രശ്നമുണ്ട്. അതായത് അവർ പ്രസിഡന്റും പ്രീമിയറും തമ്മിൽ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ ഒരു ലീ കിക്വാങ് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ആയ ആളാണ്. 2009 ചൈനയിലെ H1N1 ഔട്ട്ബ്രേക്ക് ഒക്കെ ഉണ്ടായ സമയത്ത് ഇദ്ദേഹം എക്കോണമിയെ റിക്കവർ ചെയ്യാനായിട്ട് കുറേയധികം പദ്ധതികൾ നടപ്പാക്കിയിരുന്നു. ഈ കുടിൽ വ്യവസായം പോലത്തെ കാര്യത്തിന് കൂടുതൽ സപ്പോർട്ട് ഇദ്ദേഹം അന്ന് നൽകിയിരുന്നു. പൊതുവെ ചൈനയിൽ ഈ ഒരു പ്രീമിയർ അയക്കുന്ന വ്യക്തിയാണ് എക്കോണമി, ഡേ ടു ഡേ എക്കോണമിയെ കാര്യമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ ചൈനീസ് പ്രസിഡന്റ് ഈ കോവിഡിന്റെ ഔട്ട്ബ്രേക്ക് വന്നപ്പോൾ അതിൽ കൂടുതൽ ഇടപെടുകയും ചൈനീസ് എക്കോണമിയുടെ മുഴുവൻ ഇടപെടലും പ്രസിഡന്റിന്റെ നേരിട്ടുള്ള ഒരു ശ്രദ്ധയിൽ വരുത്താനും ശ്രമിച്ചിരുന്നു. ഇത്
ഓൾറെഡി ചൈനീസ് പ്രസിഡന്റും അവരുടെ പ്രീമിയറും തമ്മിൽ ഒരു പ്രശ്നം ഉള്ളതായിട്ട് പല മാധ്യമങ്ങളിലും ഒരു വാർത്ത വരാനായിട്ട് കാരണമായതാണ്. സോ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള പ്രശ്നത്തിൽ ചൈനയുടെ മുഴുവൻ കൺട്രോളും, അതായത് ഈ ഒരു ലീ ക്വിക്വാങ്ങിന് ലഭിക്കുമോ എന്നൊരു പേടി സി ജിൻപിങ്ങിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സി ജിൻപിങ് അദ്ദേഹത്തിന്റെ ശത്രുവായിട്ട് നിലകൊള്ളുന്ന എല്ലാവരെയും ഒതുക്കി തീർക്കാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ആലിബാബയ്ക്കെതിരെയും ചൈന ആക്ഷൻസ് എടുത്തത്. കാരണം ജാക്ക് മാ ചൈനീസ് പ്രസിഡന്റിന്റെ നയങ്ങൾക്കെതിരെയും ചൈനയിലെ ബാങ്കിങ് സിസ്റ്റത്തിനെതിരെയും സംസാരിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു നീക്കം നടപ്പാക്കിയത്. നമ്മൾ ഓൾറെഡി ഇതിനെപ്പറ്റി സംസാരിച്ചാണ്. സോ ചൈനീസ് പ്രസിഡന്റ് ഒരു സ്വയം പ്രഖ്യാപിതമായിട്ടുള്ള സ്വേച്ഛാധിപതിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം പറഞ്ഞ് ദിവസങ്ങൾ കഴിയുന്നതിനുള്ളിൽ തന്നെ ചൈന അവരുടെ ടാങ്ക്സ് ഇന്ത്യൻ ഫോർവേഡ് പോസ്റ്റുകൾക്ക് നേരെയായിട്ട് നിലയുറപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പാങ്കോങ് ലേക്കിന്റെ സൗത്ത് സൈഡുള്ള ഇന്ത്യ ക്യാപ്ചർ ചെയ്തിരിക്കുന്ന റെച്ചിൻല, റസംഗ്ല എന്നൊക്കെ അറിയപ്പെടുന്ന ഹൈ പോയിന്റ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഉയർന്ന മേഖലയിലായിട്ട് ഈ ടാങ്ക്സിനെ ചൈന വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഈ ടാങ്ക്സ് വിന്യസിപ്പിച്ചത് ഇന്ത്യയും ശക്തമായിട്ട് തന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. സോ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇതിനെ കൗണ്ടറായിട്ടുള്ള നീക്കങ്ങളും വന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യയും ഇസ്രായേലും കൂടെ സംയോജിച്ചുകൊണ്ട് വികസിപ്പിക്കുന്ന മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലിന്റെ ഒരു ടെസ്റ്റ് നടത്തിയിരുന്നു. ഈ ഒരു മിസൈൽ യൂസ് ചെയ്തിട്ട് 50 to 70 കിലോമീറ്റർ ഉള്ള ടാർഗറ്റിനെ നശിപ്പിക്കാൻ സാധിക്കും. സോ ശത്രുവിന്റെ എയർക്രാഫ്റ്റിനെ വീഴ്ത്താനായിട്ടാണ് ഈ ഒരു മിസൈലിന് സാധിക്കുക. ഇത് ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സും ഇന്ത്യയുടെ DRDOയും കൂടെ വികസിപ്പിച്ചെടുത്താണ്. ഇതിന് ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ട്. വൈകാതെ തന്നെ ഇത് മേ ബി ഇന്ത്യൻ ആർമിയുടെ ഭാഗമായിട്ട് കമ്മീഷൻ ചെയ്യപ്പെട്ടേക്കാം. ഇത് കൂടാതെ ഇന്ത്യ കഴിഞ്ഞ ദിവസങ്ങളിൽ ആനുവൽ റിവ്യൂ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. ഈ റിപ്പോർട്ടിൽ ചൈനയാണ് അഗ്രസീവായിട്ട് ഇന്ത്യക്കെതിരെ നീക്കങ്ങൾ നടപ്പാക്കിയതെന്നും ചൈന അൺഓർത്തഡോക്സ് ആയിട്ടുള്ള വെപ്പൺസ് യൂസ് ചെയ്തതായിട്ടും ഇന്ത്യ പറയുന്നുണ്ട്. ഈ വെപ്പൺസ് ആക്ച്വലി ഒരു കമ്പ് പോലത്തെ, അതുപോലെ തന്നെ കുന്തം പോലത്തെ വെപ്പൺ പിടിച്ചിട്ട് ചൈനീസ് സോൾജേഴ്സ് നിൽക്കുന്ന ഫോട്ടോസ് ഒക്കെ പുറത്തു വന്നിരുന്നു. സോ അതിനെപ്പറ്റിയാണ് സംസാരിച്ചത്. പക്ഷെ ഇതേ സമയത്ത് തന്നെ പല മാധ്യമങ്ങളും ചൈന മൈക്രോവേവ് വെപ്പൺ യൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. ഓൾറെഡി ഇന്ത്യൻ ആർമി അത് ഫേക്ക് ന്യൂസ് ആണ് പറഞ്ഞിട്ട് റിജക്ട് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും മാധ്യമങ്ങളിൽ പലതും ഇതിനെപ്പറ്റി സംസാരം നടത്തുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഇന്ത്യ അതിർത്തി ഭാഗത്തായിട്ട് ശക്തമായ ഒരു നീക്കം നടത്തിയിട്ടുണ്ട്. ഇന്ത്യക്ക് സ്ട്രൈക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതായത് ഇത് ഒരു കോപ്സ് ഗ്രൂപ്പാണ്. ഇതിൽ വന്നിട്ട് 4 പ്രധാനപ്പെട്ട സ്ട്രൈക്ക് ഗ്രൂപ്പ് ഉണ്ട്. ഈ ഒരു സ്ട്രൈക്ക് ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത പറയുന്നത് അതിർത്തി കടന്നു ചെന്നിട്ട് ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും തരത്തിൽ ഒരു പ്രകോപനം ശത്രുവിന്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ അതിനെ തടയാനായിട്ടാണ് ഇവരെ യൂസ് ചെയ്യുക. ഈ ഒരു സ്ട്രൈക്ക് ഗ്രൂപ്പിൽ മധുര ബേസ് ചെയ്തിട്ടുള്ള കോപ്സ് 1 എന്നറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇത് കൂടാതെ അംബാല ബേസ് ചെയ്തിട്ടുള്ള കോപ്സ് 2 എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഉണ്ട്. മൂന്നാമതായിട്ട് ഭോപ്പാൽ ബേസ് ചെയ്തിട്ടുള്ള 21 കോപ്സും ഉണ്ട്. ഇത് കൂടാതെ 17th കോപ്സും ഉണ്ട്. സോ ഇതില് ഈ ഒരു കോപ്സ് 1ന്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് പാകിസ്ഥാൻ ബോർഡറിനെ മുഴുവനായിട്ട് നിരീക്ഷിക്കുക എന്നാണ്. സോ അവിടെ പ്രശ്നം വരുമ്പോൾ ഇവരോട് ഇടപെടും. സോ ഇവരുടെ ലേറ്റസ്റ്റ് ആയിട്ട് പാകിസ്ഥാൻ ബോർഡർ കൂടാതെ ഇന്ത്യയുടെ നോർത്തേൺ ബോർഡറിലായിട്ടും വിന്യസിപ്പിച്ചിട്ടുണ്ട്. അതേസമയത്ത് ഈ ഒരു 17th കോപ്സിനെ നോക്കുകയാണെങ്കിൽ ഇവരെ ഈസ്റ്റേൺ സൈഡ്, അതായത് സിക്കിം, അസം ആ ഒരു മേഖലയിലാണ് വിന്യസിപ്പിച്ചിരുന്നത്. ഇവരെ ലേറ്റസ്റ്റ് ആയിട്ട് ചൈനീസ് അതിർത്തിയിൽ, ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന എല്ലാ മേഖലയിലും വിന്യസിപ്പിക്കാനായിട്ട് തീരുമാനമെടുത്തതായിട്ട് ദി പ്രിന്റ് എന്നറിയപ്പെടുന്ന പത്രത്തിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. സോ ഇതിനെപ്പറ്റി ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ആർമിയുടെ ഭാഗത്ത് നിന്ന് വരേണ്ടതുണ്ട്. സോ ഇന്ത്യ ചൈന നടത്താൻ പോകുന്ന സ്ട്രോങ് ആയിട്ടുള്ള നീക്കങ്ങളെ ചെറുത്ത് നിൽക്കാനായിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് അതിർത്തിയിൽ നിന്ന് മാറിയിട്ട് ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ചൈനയുടെ സ്വാധീനം നോക്കുകയാണെങ്കിൽ ശക്തമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു 7 വർഷമായിട്ട് 35 റൗണ്ട് ഓഫ് ടോക്ക് ഒക്കെ നടത്തിയിട്ട് നെഗോഷിയേറ്റ് ചെയ്തിരുന്ന യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് എഗ്രിമെന്റ് ലേറ്റസ്റ്റ് ആയിട്ട് നടപ്പാക്കാൻ പോകുന്നുണ്ട്. ഈ എഗ്രിമെന്റ് നടപ്പാക്കാൻ പോകുന്നതിലൂടെ ചൈനയുടെ എക്കോണമി വലിയ തോതിൽ ഡെവലപ്പ് ആകുന്നതന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഓൾറെഡി യൂറോപ്പിലെ മെജോറിറ്റി ഓഫ് കമ്പനീസും ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. $140 ബില്യൺ അടുത്ത് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് ചൈനയിൽ യൂറോപ്പിലെ പല കമ്പനീസും നടത്തിയിട്ടുണ്ട്. ഇതിൽ ജർമ്മനിയിലെ പല കാർ കമ്പനീസുമാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത്. സോ ഇപ്പോഴത്തെ യൂറോപ്യൻ യൂണിയന്റെ ഒരു പ്രസിഡന്റ് ആയിട്ടുള്ള ജർമ്മനിയുടെ ആംഗല മെർക്കലാണ് ഈ ഒരു കോംപ്രഹെൻസീവ് അഗ്രിമെന്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്നറിയപ്പെടുന്ന പദ്ധതിക്ക് വലിയ തോതിൽ ഒരു പിൻബലത്തിൽ പ്രവർത്തിച്ചത്. സോ അവര് ചൈനയ്ക്ക് ഫേവർ ആയിട്ടുള്ള നിലപാട് എടുത്തിരുന്ന വ്യക്തിയാണ്. സോ അവരുടെ നേതൃത്വത്തിൽ ഈ ഒരു ബില്ല് ഇപ്പോൾ അംഗീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രായോഗത്തിൽ വരുന്നതിലൂടെ ചൈനയുടെ എക്കോണമി കാര്യമായിട്ടുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കും. ചൈനയിൽ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായിട്ടുള്ള പല സ്ഥാപനങ്ങളും ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റും. ഇത് കൂടാതെ അവിടെ ഹോസ്പിറ്റൽസ്, പിന്നെ കാർഗോയില്, അതുപോലെ പല മേഖലയിലും പുതിയ കുറേയധികം കമ്പനീസ് ഡയറക്റ്റ് ആയിട്ട് യൂറോപ്പിൽ നിന്ന് വരാൻ പോകുന്നുണ്ട്. ഇത് ചൈനയ്ക്ക് വലിയ
വലിയൊരു നേട്ടമായിട്ട് മാറുമ്പോൾ ഇന്ത്യക്ക് ഒരു പ്രശ്നമായിട്ട് തന്നെ മാറും. കാരണം ചൈനയുടെ എക്കോണമി കയറിപ്പോകുന്ന ഒപ്പം തന്നെ ഇന്ത്യക്കും അതൊരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. സോ ഇന്ത്യ ഇവിടെയാണ് ഒരു തെറ്റ് പറ്റിയെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഒക്കെ സംസാരിച്ചിരിക്കേണ്ട സമയം കടന്നു പോയിട്ടുണ്ട്. സോ ഇന്ത്യ അത് കാര്യമായിട്ട് മുന്നിൽ കൊണ്ടുപോയിരുന്നില്ല. യൂറോപ്യൻ യൂണിയനുമായിട്ട് FTA ഇന്ത്യ സൈൻ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്ക് വലിയൊരു നേട്ടം സ്വന്തമാക്കാൻ സാധിക്കുമായിരുന്നു. ഇത് കൂടാതെ യൂറോപ്യൻ യൂണിയനായിട്ട് തന്നെ ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിൽ ഇന്ത്യ കൂടുതൽ കാര്യമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. കാരണം അടുത്തതായിട്ട് യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡൻസി പോർച്ചുഗലിന്റെ ഒരു വ്യക്തിക്കാണ് കൈമാറാൻ പോകുന്നത്. സോ ഓരോ വർഷം കൂടുമ്പോൾ ഈ ഒരു പ്രസിഡൻസി ചേഞ്ച് ആകും. ഈ അടുത്ത വർഷം വരുന്ന പ്രസിഡന്റ് ഇന്ത്യക്ക് കൂടുതൽ ഫേവർ ആയിട്ടുള്ള രീതിയിൽ ഡിസിഷൻ എടുക്കുമെന്നൊക്കെയായിരുന്നു പല വാർത്താ മാധ്യമങ്ങളിലും സംസാരിച്ചപ്പോൾ പറഞ്ഞത്. സോ അദ്ദേഹം ഇന്ത്യയെ ഒരു മുന്നിൽ കണ്ട് പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യയും അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയനായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്. സോ ഇവിടെ ഇന്ത്യ ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഇന്ത്യൻ എക്കോണമിയെ കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടപ്പാക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ യൂറോപ്പുമായിട്ട് കൂടുതൽ അടുക്കേണ്ടതും ഇപ്പോൾ വളരെയധികം അനുയോജ്യമായിട്ട് വന്നിട്ടുണ്ട്. കാരണം ചൈന തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇന്ത്യക്ക് മുമ്പിൽ നിൽക്കുന്നത്. ചൈന മേ ബി ഈ വർഷം ഒരു വിന്റർ കഴിഞ്ഞിട്ട് സമ്മർ സീസൺ ആകുമ്പോൾ തന്നെ ഇന്ത്യക്കെതിരെ കൂടുതൽ പ്രശ്നങ്ങളായിട്ട് രംഗത്ത് വന്നേക്കാം. അതൊക്കെ ഇന്ത്യ മുന്നിൽ കണ്ടിട്ട് ശക്തമായിട്ടുള്ള കരുക്കൾ നീക്കേണ്ടതുണ്ട്. ഓൾറെഡി ഇന്ത്യൻ നേവി US-ന്റെ കയ്യിൽ നിന്ന് ഒരു ഗൺസ് ഒക്കെ വാങ്ങുന്നുണ്ട് നേവിക്ക് ആവശ്യമായിട്ടുള്ളത്. സോ ഇന്ത്യ പർച്ചേസ് നടത്തുന്നതിനൊപ്പം തന്നെ ബാക്കിയുള്ള ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റ്സും ശക്തമായിട്ട് നടത്തേണ്ടതുണ്ട്. പല രാജ്യങ്ങളുടെയും ഒരു ബന്ധം ശക്തമാക്കേണ്ടത് ഇന്ത്യക്ക് ഈ ഒരു അവസരത്തിൽ വളരെയധികം അനുയോജ്യമായ ഒരു കാര്യമാണ്. സോ ഇത്രയും കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ വിചാരിച്ചത്. ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ജോയിൻ ബട്ടൺ ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ട് നൽകുന്നതിലൂടെ ചാനലിൽ ഇനിയും നല്ലൊരു ഗ്രോത്ത് നേടാനായിട്ട് സാധിക്കും. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ചൈന ഇന്ത്യക്കെതിരെ ഒരു യുദ്ധം സമാനമായ നീക്കം ഇനി നടപ്പാക്കുമെന്നാണോ, അല്ല ഇങ്ങനെ തന്നെ പ്രശ്നങ്ങൾ വലിച്ചു നീട്ടി കൊണ്ടുപോകുമെന്നാണോ? ഇതിനെപ്പറ്റിയും കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. സോ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ജയ് ഹിന്ദ്.